വർണ്ണാഭമായ കളിപ്പാട്ടങ്ങളിലേക്ക് കൈനീട്ടാൻ ഇനി ഗസയിലെ കുഞ്ഞുങ്ങൾ ഒന്ന് ഭയക്കും. പലർക്കും നീട്ടാൻ ഇനി കൈകളില്ലാതാനും. അത്രയേറെ വലിയ ക്രൂരതയാണ് ഇസ്രായേൽ വെടിനിർത്തൽ കരാറിന് ശേഷവും ഗസയിലെ കുഞ്ഞുങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കളിപ്പാട്ടങ്ങളിൽ ബോംബുകൾ ഒളിപ്പിച്ചു വെച്ച് കുഞ്ഞുങ്ങളെ ലക്ഷ്യം വെക്കുന്ന ഇസ്രായേലിന്റെ ക്രൂരതകളെക്കുറിച്ച് അറിയാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഗസയിൽ ഉപേക്ഷിക്കപ്പെട്ട സ്ഫോടക വസ്തുക്കളും പൊട്ടാത്ത ബോംബുകളും കളിപ്പാട്ടങ്ങളാണെന്ന് കരുതി കയ്യിലെടുക്കുന്ന കുട്ടികൾക്ക് മാരകമായി പരിക്കേൽക്കുകയും ചിലർ മരണപ്പെടുകയും ചെയ്യുന്നതായാണ് ഗസയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. ഗസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇത്തരത്തിലുള്ള നിരവധി കുട്ടികളെയാണ് ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഓരോ ദിവസവും പ്രവേശിപ്പിക്കുന്നത്. ഇത്തരത്തിൽ പ്രവേശിപ്പിക്കുന്ന മഹാഭൂരിഭാഗം കുട്ടികളുടെയും കൈകൾ പൊട്ടിച്ചിതറിയ അവസ്ഥയിലാണെന്നും ഗസ ആരോഗ്യ മന്ത്രാലയം ഡയറക്ടർ ജനറൽ ഡോക്ടർ മുനീർ അൽബർഷ് പറയുന്നു. 2023 ഒക്ടോബർ 7 മുതൽ ഗസയിൽ ഇസ്രായേൽ ലക്ഷക്കണക്കിന് ബോംബുകളും മിസൈലുകളും മറ്റ് സ്ഫോടക വസ്തുക്കളും വർഷിച്ചിട്ടുണ്ട്. ഇവയിൽ കുറെ എണ്ണമെങ്കിലും പൊട്ടാതെ ഇപ്പോഴും ഗസയിലെ തകർന്ന കെട്ടിടങ്ങൾക്കിടയിലും നിരത്തുകളിലും കിടക്കുന്നുണ്ട്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം ഗസയിലേക്ക് മടങ്ങിയെത്തിയ കുട്ടികൾ ഇവ കളിപ്പാട്ടങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ച് കൈകളിലെടുക്കുമ്പോൾ പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ കുട്ടികളുടെ കയ്യിൽ വെച്ച് ബോംബുകൾ പൊട്ടി നിരവധി പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. നിരവധി പേർ മരണപ്പെടുകയും ചെയ്യുന്നു. ഗസയിലെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ വെടിനിർത്തലിന് ശേഷം മാത്രം ഇത്തരത്തിലുള്ള നിരവധി കുട്ടികളെ പ്രവേശിപ്പിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത്തരത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട മഹാഭൂരിഭാഗവും കുട്ടികളായിരുന്നുവെന്നും ഇവരുടെയെല്ലാം കൈകൾ സ്ഫോടനത്തിൽ ചിന്നിച്ചിതറിയ അവസ്ഥയിലായിരുന്നുവെന്നും ഗസയിലെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകളിൽ വ്യക്തമാകുന്നു. പൊട്ടാതെ ബാക്കിയായ ബോംബുകളിൽ നിന്നുണ്ടാകുന്ന അപകടങ്ങൾ സ്വാഭാവികമായി സംഭവിക്കുന്നതാണെന്ന് കരുതാനാകില്ല എന്നാണ് ഈ റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഇതിനു പിന്നിൽ കുട്ടികളെ മാത്രം ലക്ഷ്യം വെച്ചുള്ള ക്രൂരബുദ്ധി ഇസ്രായേൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ബാക്കിയായ പല യുദ്ധക്കോപ്പുകളുടെയും രൂപം കളിപ്പാട്ടങ്ങളുടേതിന് സമാനമാണ്. കളിപ്പാട്ടങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ചാണ് കുട്ടികൾ ഇവ കൈകളിലെടുക്കുന്നത്. കുട്ടികൾ കയ്യിലെടുക്കുമെന്ന ക്രൂരബുദ്ധിയോടെ തന്നെയാണ് ഇസ്രായേൽ തങ്ങളുടെ ആയുധങ്ങൾക്ക് കളിപ്പാട്ടങ്ങളുടെ രൂപം നൽകിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ചില സ്ഫോടനങ്ങൾ നടന്ന പരിസരങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് ഈ റിപ്പോർട്ടുകൾ ശരിവെക്കുന്ന രീതിയിലുള്ള തെളിവുകളും ലഭിച്ചിട്ടുണ്ട്. പൊട്ടിത്തെറിക്കാത്ത ബോംബുകൾക്കെല്ലാം കുട്ടികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള കളിപ്പാട്ടങ്ങളുടെ രൂപമായിരുന്നു. കുട്ടികളെ ആകർഷിക്കുന്ന പാവകൾ, ടെഡി ബെയറുകൾ തുടങ്ങിയവയുടെ മാതൃകയിലായിരുന്നു പലയിടത്തെയും സ്ഫോടക വസ്തുക്കൾ. ചിലയിടങ്ങളിൽ ടെഡി ബെയറുകൾക്കുള്ളിൽ ഒളിപ്പിച്ച ബോംബുകൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ തന്നെ ഇത് ഇസ്രായേൽ മനഃപൂർവ്വം ചെയ്തതാണ് എന്ന കാര്യം ഉറപ്പിക്കാം. ഈ ക്രൂരതകളെക്കുറിച്ച് ഗസ ആരോഗ്യ മന്ത്രാലയം ഡയറക്ടർ ജനറൽ ഡോക്ടർ മുനീർ അൽബർഷ് പറയുന്നത് ഇപ്രകാരമാണ്. അധിനിവേശ ഇസ്രായേൽ സൈന്യം ഗസയിലെ വീടുകൾ നശിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, അവർ കുട്ടികളുടെ കൈകളിൽ ബോംബുകൾ സ്ഥാപിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് ഇത്തരത്തിൽ പരിക്കേറ്റ നിരവധി കുട്ടികളാണ് എത്തുന്നത്. പലരുടെയും കൈകൾ ചിന്നിച്ചിതറിയ അവസ്ഥയിലാണ്. നിഷ്കളങ്കമായ കുഞ്ഞുങ്ങളുടെ മുഖങ്ങളിൽ അവരുടെ കളിപ്പാട്ടങ്ങളാൽ അവർ വഞ്ചിക്കപ്പെട്ട വേദനയാണ്. കളിപ്പാട്ടത്തിനായി കൈനീട്ടുന്ന കുട്ടികൾക്ക് മുന്നിൽ ഇസ്രായേലിന്റെ ക്രൂരതകൾ പൊട്ടിത്തെറിക്കുന്നു. ഡോക്ടർ മുനീർ അൽബർഷ് പറയുന്നു. വെടിനിർത്തൽ കരാറിൽ വിശ്വസിച്ച് ഗസയിലേക്ക് മടങ്ങിയെത്തുന്നവരും കുട്ടികൾക്ക് പുറമെ അവശേഷിക്കുന്ന സ്ഫോടക വസ്തുക്കളിൽ നിന്ന് പരുക്കേൽക്കുന്നവരിൽ പെടുന്നു. മടങ്ങിയെത്തുന്നവർ തങ്ങളുടെ തകർന്ന വീടിന്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനിടെ ഇവിടങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ബോംബുകൾ പൊട്ടിത്തെറിച്ച് മരണപ്പെടുകയും ചിലർക്ക് ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്യുന്നു. വാർത്താ ഏജൻസികളും ഗസയിൽ പ്രവർത്തിക്കുന്ന ചില സംഘടനകളും നൽകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇപ്പോഴും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി സ്ഫോടക വസ്തുക്കൾ മറഞ്ഞിരിക്കുന്നുണ്ട്. ബോംബുകൾ, മിസൈലുകൾ, പീരങ്കി, പ്രൊജക്ടൈലുകൾ തുടങ്ങി പല വിധത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ ഇങ്ങനെ മറഞ്ഞിരിക്കുന്നവയിൽ പെടുന്നു. ഇവയുണ്ടാക്കുന്ന അപകടങ്ങൾക്ക് പുറമെയാണ് കുട്ടികളെ ലക്ഷ്യം വെച്ച് നിർമ്മിച്ച കളിപ്പാട്ട മാതൃകയിലുള്ള സ്ഫോടക വസ്തുക്കളിൽ നിന്നുണ്ടാകുന്ന അപകടങ്ങൾ.